നമസ്കാരം. ഇന്നൊരു മിനി ബ്ലോഗാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ 2-3 പേര് എന്നോട് പറഞ്ഞു ഹോം ടൂർ ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ഹോം ടൂർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത്. ആ ഒരു സൈഡിൽ കാർ പോർച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 2 ഗേറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഗേറ്റിൽ വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ഗേറ്റാണ് കേട്ടോ. ആ ഒരു ഫ്രണ്ട് നമുക്ക് കയറുന്ന ആ ഒരു സൈഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം. ഇത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് ചെടി വെക്കാനുള്ള ഓപ്ഷനൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ പണിയിപ്പിച്ചതല്ല കേട്ടോ, വാങ്ങിച്ച വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഡിയയിലൊന്നും അല്ല ഈ വീടുള്ളത്. കണ്ട് ഇഷ്ടമായി വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് ഹോൾ വരുന്നത്. നമുക്ക് ലിവിങ് റൂം, ഡൈനിങ് സ്പേസ് അങ്ങനെ ഒരു 2 ഇതായിട്ടില്ല. നമുക്ക് ഒരു വലിയ ഹാളാണുള്ളത്. അവിടെ തന്നെയാണ് ഡൈനിങ്ങും അതുപോലെ ലിവിങ്ങും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സോഫ ഈ ഒരു സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്കൊരു ടേബിൾ വെച്ചിട്ടുണ്ട്. ആ ബാഗൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ, എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്, അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നത്. അമ്മ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ, മെനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളിവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ പാക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ആ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് തന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഇവിടെ ആയിട്ട് വാവയുടെ സ്റ്റഡി ടേബിൾ വെച്ചിട്ടുണ്ട്. കാരണം വാവ എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ സ്റ്റഡി ടേബിൾ മുറിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആളവിടെ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിൽ വെച്ച് കൊടുത്തേക്കാണ്. ഇത് നമ്മുടെ റൂം, ഫസ്റ്റ് റൂമാണ്. 2 റൂമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കട്ടിൽ, അതുപോലെ ഇവിടെ ആയിട്ട് വിൻഡോ വരുന്നുണ്ട്. ഒരു കട്ടിലും അതുപോലെ ഒരു അലമാരയും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫർണിച്ചേഴ്സൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ, എല്ലാം കുറച്ചായിട്ടേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. കോമൺ ആയിട്ടൊരു ബാത്റൂമാണുള്ളത്. അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള നല്ലൊരു ബാത്റൂമാണ്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു വാഷ് ബേസിൻ ഉണ്ട്, അതുപോലെ ഹീറ്റർ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം എന്ന് പറയുന്നത്. സെക്കൻഡ് റൂമിൽ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. സാധനങ്ങളൊക്കെ അവിടെയാണ് കൊണ്ട് വെച്ചേക്കുന്നത്. അവിടെ ഒന്നും ഫർണിച്ചേഴ്സോ ഒന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ കിച്ചൻ്റെ ഈ ഒരു യു ഷേപ്പിലാണ് അതിൻ്റെ കൗണ്ടർ ടോപ്പ് വരുന്നത്. അതുപോലെ നമ്മുടെ പാത്രം വെക്കാനും അതുപോലെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫ്രിഡ്ജ് വെച്ചേക്കുന്നത്. നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുന്ന ആ ഒരു സൈഡിലാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് കിച്ചൺ. പിന്നുള്ളത് ഒരു ചെറിയൊരു വർക്ക് ഏരിയ ആണ്. ഒരു അടുപ്പൊക്കെ വന്നിട്ടുള്ള ചെറിയൊരു വർക്ക് ഏരിയ. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂർ.